നമസ്കാരം. ടോപ്പ് 18ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനപ്പുറം നവജാത ശിശുവിന്റെ അനധികൃത കൈമാറ്റവും നടന്നതായി വ്യക്തമായി. ഗായകൻ അനൂപ് ജി കൃഷ്ണൻ ആശുപത്രിയിലെത്തി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റ ദൃശ്യം അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ട് ആരോപണങ്ങൾ നിഷേധിച്ചു. മെഡിക്കൽ കോളേജിൽ 5 മാസം മുമ്പ് ജനിച്ച പെൺകുഞ്ഞിനെ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അനൂപ് കൃഷ്ണനും ഭാര്യയ്ക്കും കൈമാറുകയായിരുന്നുവെന്നാണ് വിവരം. കുട്ടിയെ സ്വന്തം പേരിലാക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാജരേഖ ചമച്ചത്. ആശുപത്രിയിൽ വെച്ച് അനിൽകുമാറിൽ നിന്നും അനൂപ് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വ്യക്തമാക്കി. വഴിവിട്ട നിരവധി കാര്യങ്ങൾ സൂപ്രണ്ടിന് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS-ന്റെ മകൾക്ക് അനധികൃതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അനിൽകുമാർ വെളിപ്പെടുത്തി. ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് അവിടെ. എന്നെ ഇത് ഏൽപ്പിച്ചത് എനിക്ക് അനൂപിനെ അറിയത്തില്ല. അനൂപിനെ എന്നെ പരിചയപ്പെടുത്തിരുന്നത് എല്ലാം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ അയാൾ പറയുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ വിഷയം വന്നപ്പോൾ ഞാൻ സസ്പെൻഷനിലായി. മുഴുവൻ വിഷയങ്ങളിലും എന്നിലേക്ക് വരുന്നു. ഞാൻ ഒറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൂപ്രണ്ട് ഗണേഷ് മോഹൻ പ്രതികരിച്ചു. തട്ടിപ്പ് പിടികൂടിയത് താനാണ്. രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാർ കാലുപിടിച്ചു. രഹന സംഭവം ഉചിതമായ സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല. സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് രഹന തന്നോട് കള്ളം പറഞ്ഞതായും ഗണേഷ് മോഹൻ പറഞ്ഞു. അനിൽകുമാർ കാലുപിടിക്കുന്ന CCTV ദൃശ്യങ്ങളും ആശുപത്രി പുറത്തുവിട്ടു. ഇത്രയും ഗുരുതരമായൊരു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാൻ സംരക്ഷിക്കാത്തതിന്റെ വൈരാഗ്യം അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ച് എന്നിലേക്ക് നീട്ടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ആരോപണം തികച്ചും വ്യാജമാണ്. ഇത് പൊതുസമൂഹം വിശ്വസിക്കരുത്. ഒരു ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള തന്ത്രമായി മാത്രം നിങ്ങൾ ഇതിനെ കാണണം. തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി നഗരസഭാ ജീവനക്കാരി രഹന പറഞ്ഞു. നമ്മളാണ് അത് കണ്ടുപിടിച്ച് പറഞ്ഞത്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരി എന്ന പോലെ കള്ളം മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. വ്യാജരേഖ നിർമ്മാണ കേസിലെ പ്രതിയായ അനിൽകുമാർ ഒളിവിലാണ്. അനധികൃതമായി കുട്ടിയെ കൈപ്പറ്റിയ ഗായകനും സ്ഥലത്തില്ല. ഇരുവർക്കുമായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അനിൽകുമാർ ഉന്നയിക്കുന്നത് വ്യാജ ആരോപണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ. മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം. അദ്ദേഹം വളരെ ബ്രില്യൻ്റായി പ്ലാൻ ചെയ്ത ഒരു എൻട്രി സ്ട്രാറ്റജി ഉണ്ട് ഇതിൽ. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. ഒരുപക്ഷെ ആ ഡെസ്പാച്ച് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാൻ ഇത് കൊണ്ടു ചെന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. അപ്പോൾ ഒരു എൻട്രി പ്ലാനോട് കൂടി പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷൻ എപ്പോഴും ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടാൽ ഏത് രീതിയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് കൃത്യമായുണ്ട്. ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ അതിൽ ഡിഫമേഷൻ്റെ ഒരു വലിയ എലമെൻ്റ് ഉണ്ട്. ഞാനും എൻ്റെ വൈഫും 40 കൊല്ലമായി ഞങ്ങൾ 2 ഡോക്ടർമാരാണ്. സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത നിലയും വിലയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള വ്യാജ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതിലത് തീർച്ചയായും നാളെ തന്നെ ഞാൻ ഡിഫമേഷൻ ഫയൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമായി ഏത് അന്വേഷണം നേരിടാൻ ഗണേഷ് മോഹൻ എന്ന വ്യക്തിക്ക് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുട്ടിയെ ഏറ്റെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപടി തുടങ്ങി. തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾ കുട്ടിയെ ഏറ്റെടുത്തത് നിയമവിരുദ്ധമായാണെന്ന് CWC ചെയർമാൻ KK ഷാജു ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയെന്നും ഷാജു പ്രതികരിച്ചു. കുട്ടിയെ വളർത്താൻ ഉള്ള സാഹചര്യം ബയോളജിക്കൽ പാരൻസിന് ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അത് CWCയിൽ ആ കുട്ടിയെ ഏൽപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. കുട്ടിയെ ഏൽപ്പിച്ചാൽ അവർക്ക് വളർത്താൻ സാഹചര്യമില്ല എങ്കിൽ അതൊരു ഡോക്യുമെൻ്റായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തന്നാൽ ആ കുട്ടിയുടെ നിയമപരമായ ദത്തെടുക്കൽ പ്രക്രിയ ആരംഭിക്കും. അതാണ് നടപടിക്രമം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് മനസ്സിലാക്കിയെടുത്തോളം അവർ നേരിട്ട് വേറെ ഏതോ ആളുകൾക്ക് ആ കുട്ടി കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമായ അഡോപ്ഷനാണ്. അത്തരം അഡോപ്ഷൻ നിലനിൽക്കില്ല. അപ്പോൾ അത് ആ കുട്ടിയെ തിരിച്ച് ഏറ്റെടുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളേണ്ട സമയമാണിത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് എത്രയും വേഗം കുട്ടിയെ CWCയിലേക്ക്
എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ കുട്ടി CWS വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ സംസ്ഥാന വ്യാപക നടപടി. 3501 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 2507 പേർ അറസ്റ്റിലായി. 1673 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശനിയാഴ്ച രാത്രി 11 മണിയോടെ തുടങ്ങിയ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് തിരുവനന്തപുരത്താണ്. 297 പേരാണ് ജില്ലയിൽ പിടിയിലായത്. 62 പേർ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പിടിയിലാകുന്ന പ്രതികളുടെ കുറ്റം ഗുരുതരമല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കില്ല. വനിതാ സുരക്ഷയ്ക്കായി പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നും മ്യൂസിയം മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവിക്കാൻ പട്ടാതരയിൽ ഇവർ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. ഇതിനേക്കാൾ വലിയ ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗുണ്ടകളൊന്നുമല്ല. ഇവരെ ഓടട്ടെ വരാതിരിക്കാൻ നല്ലതല്ലേ. ഒരു തവണ മറിച്ച് ഇവർ ഓൾറെഡി പുത്തൻപാലം രാജേഷ് എന്ന ആള് ഒരു 50 കേസിൽ അറസ്റ്റായി പോയ ആളാണ്. പിന്നെ എന്താണ് ഗുണം? അറസ്റ്റ് അല്ല ഇതിന്റെ സൊല്യൂഷൻ. തനിക്ക് മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിയും കുടുംബവും എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഫേസ്ബുക്ക് ലൈവിലാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യം പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് വിശദീകരണവുമായി അദ്ദേഹത്തിന്റെ ലൈവ് വന്നത്. അപ്പയുടെ സ്വതന്ത്ര വില്ലിൽ എന്നോടൊപ്പം ഇവിടുത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കുട്ടിക്കയുണ്ട്. അതുപോലെ തന്നെ ഷാനവാസുണ്ട്. അപ്പയ്ക്ക് എൻ്റെ മാതാവുണ്ട്. ഈ ഒരു ഖേദകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സമൂഹമാണ്. ഇത്ര വലിയ ക്രൂരത ഞങ്ങളോട് ചെയ്യാൻ എന്താണ് തെറ്റ് എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ? ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളാണ് എൻ്റെ കുടുംബവും എൻ്റെ പാർട്ടിയും എനിക്ക് നൽകിയിട്ടുള്ളത്. യാതൊരുവിധ വീഴ്ചയുമില്ലാത്ത വിധത്തിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ സൃഷ്ടിച്ചു. ഞാൻ സംതൃപ്തനാണ്. പാർട്ടി എല്ലാവിധത്തിലുള്ള സഹായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് നേടിയാകും വിജയം. ഉത്തർപ്രദേശിൽ 2019 കൂടുതൽ സീറ്റുകൾ ഇത്തവണ BJP കിട്ടുമെന്നും പ്രതിപക്ഷത്തിന്റെ വിഭജന രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു യോഗിയുടെ പ്രതികരണം. 2014 में 71 सीट लेकर बीजेपी यहाँ आई थी. 2019 में 63 सीट. 2024 में आप कितनी सीट देखते हैं? देखिए 2024 में भारतीय जनता पार्टी 2019 से ज़्यादा सीटें यहाँ पाएगी और बेहतर परिणाम देगी. 2014 की 71 सीट का रिकॉर्ड ब्रेक कर सकती है? मैंने कहा ना, बेहतर परिणाम हम यूपी से देंगे. तो ये कैसे आपको लगता है? मान लीजिए कि सारी पार्टियां साथ एकजुट हो जाएं और एक ही कैंडिडेट आपके खिलाफ खड़ा करें तो क्या होगा? ये 19 में हो चुका है. ऐसा है नहीं कि कोई नया हो रहा है. 19 में सब हो चुका है. ये सारा प्रयोग हो चुके हैं यूपी में. വാണി ജയറാമിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചെന്നൈ വസന്ത് നഗർ വൈദ്യുത ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മറ്റ് മന്ത്രിമാർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ വാണി ജയറാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. മരണകാരണം തലയിലേറ്റ മുറിവാണെന്ന് പോലീസ് വ്യക്തമാക്കി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ് മേശയിൽ തലയിടിക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അന്തരിച്ചു. രോഗബാധിതനായി ദുബായിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. സൈനിക മേധാവിയായിരുന്ന സമയത്ത് നവാസ് ഷെരീഫ് ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായത്. രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പേരിൽ പാകിസ്ഥാനിലെ കോടതികളിൽ വിചാരണ നേരിടുമ്പോൾ 2016 രാജ്യം വിട്ട മുഷറഫ് പിന്നീട് മടങ്ങിയെത്തിയിരുന്നില്ല.
സൈനിക അട്ടിമറികൾക്ക് കേൾവി കേട്ട പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അതിന് നേതൃത്വം നൽകിയാൽ 1.5 ദശാബ്ദത്തോളം പാക് സൈന്യത്തെയും രാഷ്ട്രീയത്തെയും സംശയമുനയിൽ നിർത്തിയതിന് കാരണക്കാരൻ, പാക് രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയേറിയ ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഭരണാധികാരി. ഇന്ത്യ വിഭജനത്തിനു മുമ്പ് 1943-ലായിരുന്നു ഡൽഹിയിൽ പർവേസ് മുഷറഫിന്റെ ജനനം. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബം കുടിയേറി. കറാച്ചിയിൽ പഠനം പൂർത്തിയാക്കിയ മുഷറഫ് 21-ാം വയസ്സിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായി. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ കാലത്ത് 1998-ൽ 55-ാം വയസ്സിൽ പാക് സൈനിക മേധാവി. തൊട്ടടുത്ത വർഷം കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ചീഫ് എക്സിക്യൂട്ടീവായി. അയൂബ് ഖാനും സിയാ ഉൽ ഹക്കിനും ശേഷം പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക ഭരണാധികാരി. 2001-ൽ സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2007-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി ഭയന്ന് 2008-ൽ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും മുഷറഫിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതികൾ കയറിയിറങ്ങാനായിരുന്നു യോഗം. 2009-ൽ UK-യിലേക്ക്, 2013-ൽ മടങ്ങിയെത്തിയപ്പോൾ മുഷറഫിന്റെ വീട് സബ് ജയിലാക്കി. മുഷറഫ് അവിടെ തടവുകാരനും. 2016-ൽ ദുബായിലേക്ക് മുഷറഫും കുടുംബവും എത്തി. തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാനാകാത്ത വിധം ദുർബലനായിരുന്നു മുഷറഫ്. പ്രത്യേക കോടതിയുടെ വധശിക്ഷയും നിരവധി കേസുകളും മാത്രമാണ് മുഷറഫിനെ പാകിസ്ഥാനിൽ കാത്തിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിർണായകമായ ദേശീയ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ സയനൈഡിന്റെ അംശമോ മറ്റ് വിഷാംശങ്ങളോ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ ഉള്ളത്. കൂടത്തായി കേസിൽ കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കേസിനെ ബാധിക്കില്ലെന്ന് കേസ് അന്വേഷണത്തിന് നൽകിയ റിട്ടയർഡ് SP KG സൈമൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും 4 മൃതദേഹങ്ങളിൽ വിഷത്തിന്റെയോ സൈനൈഡിന്റെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുമളിയിൽ 7 വയസ്സുകാരനെ അമ്മ പൊള്ളലേൽപ്പിച്ചു. ചട്ടുകം പഴിപ്പിച്ച് 2 കൈകളിലും കാലുകളിലുമാണ് പൊള്ളലേൽപ്പിച്ചത്. പൊള്ളലേറ്റ കുട്ടിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളി അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിലാണ് സംഭവം. കളിക്കുന്നതിനായി അയൽപക്കത്ത് നിന്നും ടയർ എടുത്തതിനാണ് കുട്ടിയെ പൊള്ളലേൽപ്പിച്ചത്. കുമളി പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. മുളകപ്പൊടി കണ്ണിലെയും കയ്യിലെയും அம்மா சுட்டு விட்டுச்சு. சுட்டு வச்சுச்சு. இந்த கையிலையும் சுட்டு வச்சுச்சு. கண்ணில் என்ன போட்டுச்சு? அம்மா மிளகா போட்டுச்சு. மிளகா பொடி போட்டுச்சு. വണ്ടി എടുത്തനാതെ അവിടെ ഒരു ടയർ കിടപ്പുണ്ടായിരുന്നു, അത് എടുത്തതിന്റെ ഇതാണ്. ഇടുക്കി എടമലക്കുടിക്ക് സമീപം പുറമെ മൂന്നാറിലും ബാലവിവാഹം. 17 വയസ്സുകാരിയെ മാതാപിതാക്കളുടെ അറിവോടെ 26 വയസ്സുകാരൻ വിവാഹം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. 2022 ജൂലൈയിലാണ് മൂന്നാർത്തോട്ടം മേഖലയിൽ 17 വയസ്സുള്ള പെൺകുട്ടിയെ 26-കാരൻ വിവാഹം ചെയ്തത്. വിവാഹശേഷം ഇയാളുടെ വീട്ടിൽ തന്നെയാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. അടുത്തിടെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പെൺകുട്ടി 7 മാസം ഗർഭിണിയാണെന്ന് അധികൃതർ കണ്ടെത്തി. അതോടെയാണ് വിവരം പുറത്തായത്. ആശുപത്രി അധികൃതർ ദേവികുളം പോലീസിന് വിവരം നൽകുകയായിരുന്നു. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകിയ കേസിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഇടവലക്കുടിയിൽ ശൈശവ വിവാഹം നടന്നതായി കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചത്. മൂന്നാർ പോലീസ് ഈ കേസിലെ പ്രതിയെ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ദേവികുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ബാലവിവാഹം നടന്നതായി കണ്ടെത്തിയത്. ഒളിവിൽ പോയ പ്രതി മണിമാരനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി.
കോഴിക്കോട് കിനാരൂരിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ. 20 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി എടുത്ത കുഴി റോഡിൽ പൈപ്പിട്ട ശേഷം മൂടിയ നിലയിലാണ്. ഉഷയ്ക്ക് കൈമാറിയ ഭൂമിയിലൂടെയുള്ള റോഡ് ഇപ്പോഴും പഞ്ചായത്തിന്റെ അധീനതയിലാണെന്ന് പ്രസിഡന്റ് VM കുട്ടികൃഷ്ണൻ പറഞ്ഞു. PT ഉഷയുടെ ആരോപണം പ്രാദേശിക വിഷയമാണെന്ന് അത് പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ലെന്നും കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരക്രമവും ആർക്കുമേലെ നടന്നിട്ടില്ല. ഡൽഹിയിൽ പോയി പറയേണ്ട വിഷയം ഇതല്ലെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ഉഷ സ്കൂളിനെതിരെ വിദ്വേഷ പ്രചാരണമാണ് CPM നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇതിൽ നിന്നും CPM പിന്മാറണം. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിനെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി ഇടപെടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആകാശത്ത് വിസ്മയം തീർത്ത് സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസം. ശംഖുമുഖത്ത് നടന്ന എയറോബാറ്റിക് ഷോ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോന്നുകയായി. വ്യോമാഭ്യാസം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ധില്ലോണിന്റെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ന് ശേഷം ഒരിക്കൽ കൂടി ശംഖുമുഖം തീരം വ്യോമസേനയുടെ ശക്തി പ്രകടനത്തിന് സാക്ഷിയായി. ഇന്ത്യൻ വായുസേനയുടെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന സൂര്യകിരൺ ടീം. Let me tell you that the team is based in Bidar, Karnataka. At this base, our team trains for 6 months, day in and out, and showcases the capabilities of the Indian Air Force for the rest of the 6. ഏഷ്യയിലെ തന്നെ മികച്ച വ്യോമാഭ്യാസ സംഘം സൂര്യകിരണിന്റെ എയറോബാറ്റിക് ഷോ കാണികളെ അമ്പരപ്പിച്ചു. Across the length and breadth. From the left, the team is now performing a barrel roll. Suryakiran are making a forward-moving spiral in the skies without changing their diamond formation. This beautiful diamond in the skies is dedicated to all the beautiful ladies in the audience today. ചുവപ്പും വെള്ളയും നിറമുള്ള MK 132 ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഹോക്ക് യുദ്ധവിമാനങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കാണികളിൽ ആവേശവും കൗതുകവും നിറച്ചു. That was Suryakiran 5 buzzing through the skies and surprising the audience. എയറോബാറ്റിക് ഷോ കാണാൻ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തി. बहुत अच्छा लगा, हम लोग एयरफोर्स की है, बहुत अच्छा लगा. Excellent, fantastic. It was excellent. Super program. Okay. हाँ, बहुत अच्छा लगा मेरे को, बहुत अच्छा लगा. Very nice. बहुत अमेजिंग था, बहुत मजा आया था. Very interesting it was. Interesting ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ 1996 മുതൽ അഭ്യാസ കാഴ്ച ഒരുക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി 600 ഷോ പൂർത്തിയാക്കി. ആകാശത്തെ വിസ്മയ കാഴ്ച എന്നതിനപ്പുറം വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കുന്നത് കൂടിയായി ഇന്ന് ശംഖുമുഖത്ത് സൂര്യകിരൺ നടത്തിയ അഭ്യാസ പ്രകടനം. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ദിവസങ്ങളോളം രാജ്യത്തിന് മുകളിൽ പറന്ന ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ട് അമേരിക്ക. 20 കിലോമീറ്ററോളം ഉയരത്തിൽ പറന്ന ബലൂൺ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് തകർത്തത്. ചാര ബലൂണിൽ അമേരിക്ക ചൈന നയതന്ത്ര ബന്ധം വീണ്ടും വഷളായി. ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ. നിയമസഭയിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. നാളെ UDF യോഗം തിരുവനന്തപുരത്ത് ചേരും. പദയാത്രകളും ഗൃഹസന്ദർശനങ്ങളും ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ BJPയും സംഘടിപ്പിക്കും.
കണ്ണൂർ കൊട്ടിയൂർ പാലുകാച്ചിയിൽ പുലിയുടെ സാന്നിധ്യം. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. മേഖലയിലെ പശുവിനെ പുലി ആക്രമിച്ചതോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയുടെ സാന്നിധ്യം വനാതിർത്തിയിലാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. വയനാട് നെന്മേനി എടയ്ക്കൽ പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം. വെള്ളച്ചാട്ടം കവലയ്ക്കടുത്തുള്ള തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ ഇന്ന് വൈകിട്ട് അമ്പുകുത്തി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗവും ചേർന്നു. വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ വാരിക്കുഴി സമരത്തിന് ഒരുങ്ങുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് സമരം. കോഴിക്കോട് താമരശ്ശേരി വനവകുപ്പ് ഓഫീസ് കത്തിച്ച കേസ് അട്ടിമറിക്കാൻ അണിയറ നീക്കം സജീവം. സാക്ഷികളായ വനപാലകരും പോലീസുകാരും കൂറുമാറിയതിന് പിന്നിൽ പ്രതികളെ രക്ഷിക്കാനാണെന്നാണ് ആരോപണം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് വനവകുപ്പ് ഓഫീസ് കത്തിച്ചത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവിൽ അതിജീവന സമരവുമായി സ്പെഷ്യൽ ടീച്ചർമാർ. സ്ത്രീകളടക്കം 100ഓളം പേർ കഴിഞ്ഞ 18 ദിവസമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടുറോഡിലാണ്. ബക്കറ്റ് പിരിവിലൂടെ കിട്ടുന്ന തുക വെച്ചാണ് ഓരോ ദിവസവും കഴിക്കാനുള്ള വക പോലും ഇവർ കണ്ടെത്തുന്നത്. തലസ്ഥാന നഗരി ഉറങ്ങുമ്പോൾ പാട്ടും മേളവുമായി ഈ അധ്യാപകർ ഇന്ന് തെരുവിലാണ്. സ്ത്രീകളടക്കം 100ഓളം പേർ കഴിഞ്ഞ 18 ദിവസമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഈ നടുറോഡിലാണ്. കോഴിക്കോട് സ്വദേശി കീർത്തന സമരം തുടങ്ങിയ അന്നു മുതൽ ഇവിടെയുണ്ട്. എന്നും രാത്രിയാകുമ്പോൾ മകൻ വിളിക്കും. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയും. 18 ദിവസമായി ഞാനിവിടെ വന്നിട്ട്, പിന്നെ എനിക്കൊരു ചെറിയ മോനാണുള്ളത്. അപ്പൊ ദിവസവും വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മ എന്നാ വരിക എന്ന് ചോദിച്ച് കരയാറാണ്. നടുറോഡിലുള്ള സമരമായതിനാൽ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും വഴിയില്ലാതെ ഇവർ ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ രാത്രിയാണെങ്കിലും ഒരാൾക്ക് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഇവര് അവിടെ ഞങ്ങളൊരു 5-6 ആൾക്കാർ ഒന്നിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. 6 വർഷം മുമ്പ് 28,000 രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറിയവർ ഇന്ന് ഒരു നേരത്തെ അന്നത്തിനായി ബക്കറ്റ് പിരിവ് നടത്തുകയാണ്. പല കാലങ്ങളിലായി ആ തുക വെട്ടിക്കുറച്ച് ഒടുവിൽ 10,000-ലെത്തി. PF തുകയുടെ പിടുത്തവും കഴിഞ്ഞ് കിട്ടുന്നതോ 8,000 രൂപയും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ഘട്ട ചർച്ച നടന്നിട്ടും തീരുമാനമായില്ല. കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിനാൽ ശമ്പളത്തിൽ വലിയ മാറ്റം വരുത്താനാവില്ല എന്നതാണ് സർക്കാർ നിലപാട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തു തരാനുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അധ്യാപകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ സർക്കാരിനുണ്ട്. അതുകൂടെ സംരക്ഷിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ വികസനം ചർച്ച ചെയ്യാനെത്തിയ ഫിൻലാൻഡ് സംഘത്തെ പോലും സർക്കാർ ഈ വഴി മാറ്റിവിട്ടു. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമരം ചെയ്യുന്ന ഈ അധ്യാപകരെ കാണാതിരിക്കാൻ. ഈ കേരള മോഡൽ വിദേശ സംഘം കാണണ്ടെന്ന് അധികൃതർ അങ്ങ് തീരുമാനിച്ചു. ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്ത്രീകളെ ശാരീരികമായും മാനസികമായും സ്മാർട്ടാക്കാൻ വനിതാ ജിംനേഷ്യം ഒരുക്കി പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിലാണ് ജിംനേഷ്യം സ്ഥാപിച്ചത്. 17.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ജിംനേഷ്യം നടപ്പിലാക്കിയത്. പട്ടാമ്പി മുതുതല ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജിം ഒരുക്കിയത്. മുതുതല ആയുർവേദ ആശുപത്രിയുടെ അടുത്താണ് ജിംനേഷ്യം. ഇവിടെ ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷവും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ 2.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്തിനകത്ത് ഏറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ നാം ഇന്ന് കാണുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയും. 1995-ൽ 73-74 ഭരണഘടനയുടെ ഭേദഗതി കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഏതുണ്ട് എന്ന് പരിശോധിച്ചാൽ ഏറെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളമാണ് അത് ചെയ്തിട്ടുള്ളത്.
ആദ്യമായിട്ടാണ് വനിതകൾക്ക് മാത്രമായി പട്ടാമ്പി മണ്ഡലത്തിൽ ജിംനേഷ്യം തുടങ്ങുന്നത്. പുലർച്ചെ 5:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് ജിംനേഷ്യത്തിന്റെ പ്രവൃത്തി സമയം. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാവും നടത്തിപ്പും പരിപാലനവും. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിൽ വാഴഗ്രാമം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാളെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാറശാലക്കാരനായ ഇദ്ദേഹം ഒരു എക്സിബിഷന് വേണ്ടിയാണ് കണ്ണൂരിലെത്തിയത്. ഇതോടെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം. പേര് വിനോദ്. വാഴച്ചേട്ടൻ എന്നാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. വിനോദിനെ അറിയാത്ത വാഴക്കർഷകർ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 500-ലധികം വാഴവിത്തുകളുടെ ശേഖരമുള്ള ഒരു കർഷകനാണ് വിനോദ്. എന്നാലും സംസ്ഥാന കൃഷി വകുപ്പ് അദ്ദേഹത്തെ തഴഞ്ഞ മട്ടാണ്. അന്താരാഷ്ട്ര എക്സിബിഷൻ ഉൾപ്പെടെ കേരളത്തിന് പുറത്ത് 25ഓളം എക്സിബിഷനുകളിൽ പങ്കെടുത്തു. എങ്കിലും കേരളത്തിൽ ആദ്യമായാണ് ഒരു എക്സിബിഷന് കണ്ണൂർ വേദിയായത്. കേരളത്തിലൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർക്ക് ഇങ്ങനൊരു വാഴ ആളുള്ളത് പോലും അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും അറിഞ്ഞൂടാ. അതിൻ്റെ ഭയങ്കര സങ്കടം. ഞാനൊരു അന്താരാഷ്ട്ര എക്സിബിഷൻ അടക്കം ഒരു 10-25ഓളം എക്സിബിഷൻ കേരളത്തിന് പുറത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ എൻ്റേതായ ഒരു എക്സിബിഷൻ വന്നത്. പലരും എന്നെ വാഴക്കല കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റേതായ പേരിൽ വാഴച്ചേട്ടൻ്റെ പേരിലോ വാഴഗ്രാമിൻ്റെ പേരിലോ ഒരു എക്സിബിഷൻ നടത്തുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. 12ാമത്തെ വയസ്സിൽ വാഴകൃഷി തുടങ്ങിയതാണ്. 15 വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് വിനോദിനെ വാഴകളുടെ തോഴനാക്കി മാറ്റിയത്. ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബനാന സെൻ്ററുണ്ട് കണ്ണാറെ. അവിടെ പോയി അവരുടെ വളരെ കൂളായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വാഴക്കന്ന് വെളിയിൽ ആർക്കും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് വാഴക്കന്ന് കിട്ടുമെങ്കിൽ ഈ വാഴക്കന്ന് എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ. ഞാൻ അവരുടെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അതിൻ്റെ തിക്തഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട പല അംഗീകാരങ്ങളും യൂണിവേഴ്സിറ്റി തടഞ്ഞ് ഇല്ലാതാക്കിയിട്ടുണ്ട്. വാഴകൃഷിയിൽ വിജയഗാഥ രചിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഇനങ്ങളായ കരിങ്കദളി, ചാമ്പയണ്ണാൻ, ചെന്നാലി, മൊട്ടപ്പൂവൻ, പെരുമ്പടലി, ആയിരങ്കാപ്പൂവൻ, വിദേശ ഇനങ്ങളായ CV റോസ്, സാമ്പ, ജാക്ക് ഫ്രൂട്ട്, ബനാന തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേസ്ബുക്കിൽ വാഴഗ്രാമം ഗ്രൂപ്പ് തുടങ്ങിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 1000ഓളം കർഷകർ ഈ ഗ്രൂപ്പിലുണ്ട്. വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴിയും എത്തിച്ചു കൊടുക്കുന്നു. 4.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വാഴപ്പഴങ്ങളുമായി ഇദ്ദേഹം രാജ്യം ചുറ്റുകയാണ് നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കാൻ. ന്യൂസ് 18 കണ്ണൂർ.